ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഡോക്ടർ ദുബായിൽ പോയി ബുഫറബ് എന്ന ഷോറൂം ഉദ്ഘാടനം ചെയ്തതിൻ്റെ 2-3 വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. എന്നാൽ അതിൻ്റെ എല്ലാം പൂർണ്ണരൂപം ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുകയാണ്. ഡോക്ടർ ദുബായിൽ ചെന്ന് ഇറങ്ങുന്നതും അത് കഴിഞ്ഞ് ഉദ്ഘാടന വേദിയിലേക്ക് പോകുന്നതും കൂട്ടത്തിൽ അഖിൽമാരാരും സെറീനയും ഒക്കെ ഉള്ളതും ഉൾപ്പെടെയുള്ള ആ വീഡിയോയുടെ പല സ്റ്റിൽസുകളും ക്ലിപ്പുകളുമായി ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ ഡോക്ടർ അപ്ലോഡ് ചെയ്തിട്ടുള്ള തൻ്റെ വീഡിയോ പാർട്ടിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടു നോക്കാം. എല്ലാവരും ആഗ്രഹിച്ചിരുന്നത് പോലെ തന്നെ ഡോക്ടറും അഖിൽമാരാരും ഒരുമിച്ച് ആദ്യമായി ഒരു സ്റ്റേജിലെത്തുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. നമ്മളെല്ലാവരും ടീം എടുത്തിട്ടുള്ള ഗാഡ്ജറ്റ്സ് ഹൈ ക്വാളിറ്റിയിലുള്ള നല്ല റേറ്റുള്ള ഗാഡ്ജറ്റ്സ് വയ്ക്കാറുള്ളത്. അപ്പോൾ അത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഡീപ്പറിന് ഒരുപാട് എന്താ പറയുക വീട്ടിൽ ഇനിയുണ്ട്. ഒരു ഷോർട്ട് ബ്രേക്കുണ്ട്. അത് വേറെ ഒന്നുമില്ല, ഒരു ബ്രേക്ക് അടിച്ചതിന് ശേഷം വേണ്ടതാണ്. സോ അപ്പം നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയതിലും ഇവിടെ വരാൻ സാധിച്ചതിലും ഇത്രയും എന്താ വലിയ വലിയ ആൾക്കാരുടെ കൂടെ ഈ ഒരു ടീമിൽ പങ്കെടുക്കാൻ സാധിക്കാനും ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നത് പോലെ തന്നെ ഡോക്ടർ ഇപ്പോൾ പറയുന്നത് അഖിൽമാരാരും താനുമായി എന്തോ ശത്രുതയുണ്ടെന്നും അതുകൊണ്ടാണ് ഇത്രയും നാളും ഒരുമിച്ച് എത്താതിരുന്നതും എന്നാണ്. എന്നാൽ അങ്ങനെ തങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് യാതൊരു വിദ്വേഷവും ഇല്ലെന്നും അങ്ങനെയൊക്കെ ആ സമയത്ത് സംഭവിച്ചു പോയതാണെന്നും ഡോക്ടർ വ്യക്തമായിട്ട് പറയുന്നു. അഖിൽമാരാരും ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. സ്നേഹമാണ് ഏറ്റവും വലിയ കാര്യമാണ്. ഇഷ്ടപ്പെടുന്ന ആളല്ല, ഒരു ബ്രാൻഡ് അല്ല, മനസ്സിലുള്ള കാര്യമാണ് സംസാരിക്കുന്നത്. പിന്നെ എല്ലാവരും സ്നേഹം നന്ദി മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും സ്നേഹം പ്രാർത്ഥന എനിക്ക് ഒത്തിരി വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഫൈസിലൊക്കെ എന്നിവിടെ ഇൻവൈറ്റ് ചെയ്തതിൽ ഒരുപാട് നന്ദി. ഒരിക്കലും താങ്ക് യു സോ മച്ച്. താങ്ക് യു.
all the demons quiet, yeah. We were built to thrive, yeah. I think that we've all had enough. What keeps you up at night, yeah. Make all the demons quiet, yeah. We were built to thrive, yeah. I think that we've all had enough, yeah. I think that we've all had enough. Sick of dealing with the old plan. They know that we're calling it wrong. You got me like, oh yeah. I think that we've all had enough. Sick of dealing with the old plan. They know that we're calling it wrong. Hey, it's too late to try to go contain it. A generation fueled by creation. We live lives on a small screen nation. We control the airwaves, no negotiation. I refuse to think we need saving. Something good will come from creation. And when we think that the world is too anxious, we'll adapt, evolve, survive and save it. What keeps you up at night, yeah. Make all the demons quiet, yeah. We were built to thrive, yeah. I think that we've all had enough. What keeps you up at night, yeah. Make all the demons quiet, yeah. We were built to thrive, yeah. I think that we've all had enough, yeah. I think that we've all had enough. Sick of dealing with the old plan. They know that we're calling it wrong. You got me like, oh yeah. I think that we've all had enough. Sick of dealing with the old plan. They know that we're calling it wrong. Hey, oh yeah. I think that we've all had enough. Sick of dealing with the old plan. They know that we're calling it wrong. You got me like, oh yeah. I think that we've all had enough. Sick of dealing with the old plan. They know that we're calling it wrong. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ബിഗ് ബോസ് സീസൺ 4 കഴിഞ്ഞ് ഇന്ന് ഏകദേശം 2 വർഷം ആകുകയാണ്. സീസൺ 5 കഴിഞ്ഞു, സീസൺ 6 തുടങ്ങാൻ പോകുന്നു. അടുത്ത 2 മാസത്തിനകം സീസൺ 6ഉം ആരംഭിക്കും. അപ്പോഴും സീസൺ 4 വിന്നർ പോലും അല്ലാതിരുന്ന ഡോക്ടർ റോബിനെ ഇന്നും ജനം ഇത്രയധികം ഇഷ്ടപ്പെടുന്നു. ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും എന്തും വേണ്ട ഡീഗ്രേഡിങ് നേടിയാണ് ഡോക്ടർ ഇവിടം വരെ എത്തിയതെന്ന് നമുക്ക് പറയാതെ തന്നെ അറിയാം. ഡോക്ടർക്ക് കിട്ടിയ എത്ര ഹൈപ്പുണ്ടോ അത്രയും തന്നെ ഡീഗ്രേഡിങ്ങും അദ്ദേഹം നേരിട്ടതാണ്. എന്നിട്ടും ഇന്നും ജനം അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ അഖിൽമാരാരെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതല്ല. സീസൺ 5 കഴിഞ്ഞ് ഇപ്പോഴും ലൈവിൽ നിൽക്കുന്ന താരമാണ് അഖിൽമാരാർ. ഡോക്ടർ സീസൺ 4 കഴിഞ്ഞ് അതും വിന്നർ പോലും അല്ല, 70-ാം ദിവസം പുറത്തായ വ്യക്തിയാണ്. എന്നിട്ടും ജനം ഇന്നും ഇങ്ങേരെ തോളിലേറ്റുന്നതെങ്കിൽ ഇങ്ങേരിലുള്ള എന്തോ ഒന്ന് ജനത്തിന് ഇഷ്ടപ്പെടുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അഖിൽമാരാർക്കും ഡോക്ടർക്കും സെറീനയ്ക്കും ഒക്കെ ഇനിയും ധാരാളം പ്രോഗ്രാം കിട്ടട്ടെ, നമുക്ക് ചാനലുകളിൽ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുമാറാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ദുബായ് പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് വീഡിയോയും ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഇവരുടെ വീഡിയോകളുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.